സംസ്ഥാനം നീങ്ങുന്നത് സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 4 മാസം മാത്രം ബാക്കി നിൽക്കെ കടപരിധിക്ക് മേൽ വീണ്ടും കടമെടുക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത തുക പൂർണ്ണമായി നൽകാൻ ധനവകുപ്പിന് കഴിഞ്ഞിട്ടുമില്ല. ഈ മാസം പകുതിയോടുകൂടി ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലേക്ക് കടക്കും. നടപ്പ് സാമ്പത്തിക വർഷം അവസാനിക്കാൻ 4 മാസം മാത്രം ബാക്കി നിൽക്കെ ചെലവുകൾക്കായി പണം കണ്ടെത്താൻ നട്ടം തിരിയുകയാണ് സർക്കാർ. കടപരിധിക്ക് പുറമെ തന്നെ സംസ്ഥാന സർക്കാർ 6000 കോടിയിലധികം രൂപ കടമെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെയാണ് വീണ്ടും കടമെടുക്കാൻ ഒരുങ്ങുന്നത്. ഈ മാസം പകുതിയോടുകൂടി സംസ്ഥാനം ഓവർ ഡ്രാഫ്റ്റിലേക്ക് കടക്കും. അതായത് ക്രിസ്മസ് ചെലവുകൾക്കായി അധിക തുക ധനവകുപ്പിന് വേണ്ടി വരും. നിലവിൽ 5 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളാണ് മുടങ്ങിക്കിടക്കുന്നത്. 4500 കോടി രൂപ ഈ ഇനത്തിൽ ധനവകുപ്പ് അധികമായി കണ്ടെത്തേണ്ടതുണ്ട്. കൂടാതെ ശമ്പളം നൽകുന്നതിനും പണം കണ്ടെത്തണം. കഴിഞ്ഞ സാമ്പത്തിക വർഷം പദ്ധതി ചെലവുകൾ വെട്ടിച്ചുരുക്കിയും തദ്ദേശ വകുപ്പുകളിൽ നിന്നും പിടിച്ച പണം ഇതുവരെ പൂർണ്ണമായും തിരികെ നൽകാൻ ധനവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഇതിനു പുറമെ തദ്ദേശ ഫണ്ടുകളും നൽകി തീർക്കാറുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇതും വലിയ പ്രതിസന്ധിയായി മാറി. പെൻഷൻ കമ്പനിയും കിഫ്ബിയുമാണ് അധിക ധനം കണ്ടെത്താനായിട്ടുള്ള മറ്റൊരു മാർഗം. എന്നാൽ സംസ്ഥാനത്തിന്റെ പൊതുകടത്തിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ അടുത്ത സാമ്പത്തിക വർഷത്തെ മൊത്തക്കടത്തെ കാര്യമായി ബാധിക്കുമെന്ന ആശങ്കയും സർക്കാരിനുണ്ട്. ഓണത്തിന് അധിക ചെലവ് മുന്നിൽ കണ്ട് 4000 കോടി രൂപ കടമെടുക്കാൻ അനുമതി ലഭിച്ചിരുന്നു. ഇതിനു പുറമെയാണ് വീണ്ടും കടമെടുക്കാനായി ധനവകുപ്പ് ഒരുങ്ങിയിറങ്ങുന്നത്. ജനം, തിരുവനന്തപുരം.